ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സ്റ്റഡി ടെക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തെന്താണ് ഫിസിക്സ് +1 ഫിസിക്സിലെ 2ാം ചാപ്റ്ററിലെ പകുതി, അതായത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിൻ്റെ പകുതി വരെ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പോർഷനാണ് ഡയമെൻഷൻസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമ്മൾ പുതിയ പോർഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയമെൻഷനെ കുറിച്ചാണ്. ഡയമെൻഷൻ നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അത് ഏതൊക്കെയാണ്? ലെങ്ത്ത്, മാസ്, ടൈം, കറൻറ്റ്, ടെമ്പറേച്ചർ, ലുമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇങ്ങനെ 7 എണ്ണം. ഈ 7 എണ്ണത്തിൻ്റെ ഡയമെൻഷനാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ആണ്, മാസിൻ്റെ ഡയമെൻഷൻ M ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്, കറൻറ്റിൻ്റെ ഡയമെൻഷൻ ആംബിയറിൻ്റെ A ആണ്, ടെമ്പറേച്ചറിൻ്റെ K ആണ്, ലുമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ CD ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോളാണ്. ഇതൊക്കെ ഈ ബ്രാക്കറ്റിൽ ഇടണം. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഡയമെൻഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് ആയതുകൊണ്ടാണ് ഡിസ്റ്റൻസിൻ്റെ അവിടെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ കൊടുത്തത്. അപ്പോൾ L/T. അത് Tയുടെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ LT⁻⁻1 ആണ് ഡയമെൻഷൻ, സ്പീഡിൻ്റെ ഡയമെൻഷൻ. ഇങ്ങനെ ഫോഴ്സിൻ്റെ, ആക്സിലറേഷൻ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇനി 3 ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ. ഡയമെൻഷൻ്റെ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തതാണ് ടു ചെക്ക് ദ കറക്ഷൻസ് ഓഫ് ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടെത്താനുള്ളതാണ്. ടു ഡിറൈവ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ഡയമെൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ടു കൺവേർട്ട് വൺ യൂണിറ്റ് ഇൻറ്റു അതർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഡയമെൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ടു ചെക്ക് ദ കറക്റ്റൻസ് ഓഫ് ഇക്വേഷൻ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതിനൊരു പ്രിൻസിപ്പിളുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്ന് വെച്ചാൽ, consider the equation z is equal to x plus y. Then the dimension of z is equal to dimension of y is equal to dimension of x. അതായത് z is equal to x plus y എന്ന ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ z-ൻ്റെ ഡയമെൻഷനും y-ൻ്റെ ഡയമെൻഷനും x-ൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് സ്ക്രീനിൽ കാണാം. ചെക്ക് ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² ഈസ് കറക്റ്റ് ഓർ നോട്ട് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at², പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ശരിയാണോ തെറ്റാണോ എന്നാണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണെന്ന് എഴുതുക. z is equal to x plus y, then dimension of z is equal to dimension of x of dimension of y. അപ്പോൾ s equal to ut plus half at² ആണ്. നമുക്കറിയാം u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, t എന്ന് പറഞ്ഞാൽ ടൈമാണ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, s എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് LHS ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് എസ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആയതുകൊണ്ട് അത് L ആണ്. അപ്പോൾ RHS നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 എണ്ണമുണ്ട്. UT ഉണ്ട്. യുട്ടിൻ്റെത് യുവിൻ്റെ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ആ ടൈമിൻ്റെ Tയും അത് രണ്ടും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ L ആവും. Tയും കട്ട് ചെയ്തു പോകും. ഡയമെൻഷൻ ഓഫ് ഹാഫ് at². ഹാഫ് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിൽ യൂസ് ചെയ്യുകയില്ല. ഹാഫ് ഒരു കോൺസ്റ്റൻറ്റുകളൊന്നും ഡയമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുകയില്ല. അപ്പോൾ ഡയമെൻഷൻ ഓഫ് at² ഈക്വൽ ടു എന്താണ്? ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ എന്താണ്? LT⁻⁻2 ആണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. T² ആണ് ടൈമിൻ്റെ സ്ക്വയർ. അത് രണ്ടും കട്ട് ചെയ്ത് പോയി. കാരണം ലാസ്റ്റ്
നമുക്ക് ലഭിക്കുന്നത് എൽ മാത്രം. അപ്പോൾ മൂന്നിൻ്റെയും അതായത് LHS ഉം RHS ഉം ഈക്വലായി, അതായത് ഹെൻസ് ഡയമെൻഷൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് UT is equal to dimension of AT square. This equation is dimensionally correct. ഈ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്, കറക്റ്റാണ്. അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് അത് എവിടെയാണ് വരുന്നത്, ടു ഡിറൈവ് കറക്റ്റ് രണ്ടാമത്താണ്, അതായത് ഡയമെൻഷൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ടു ഡിറൈവ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് യൂസിങ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ലെങ്ത്തിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നമുക്ക് സ്ക്രീനിൽ കാണാം. T ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു LG. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് K കൊടുക്കുന്നു. അപ്പോൾ T is equal to K LG. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ പവർ ആക്കിയാണ്ട് എയും കൊടുക്കുന്നു, ജീൻ്റെ പവർ ബിയും കൊടുക്കുന്നു. അതായത് കൺസിഡർ ദ ഡയമെൻഷൻ ഓഫ് ബോത്ത് സൈഡ്. രണ്ട് സൈഡിലെയും ഡയമെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടീൻ്റെ ഡയമെൻഷൻ എന്താ, T. എല്ലിൻ്റെ ഡയമെൻഷൻ L മീൻസ് ലെങ്ത്താണ്, അപ്പോൾ L അതിൻ്റെ റേസ് ടു എ. പിന്നെ LT ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി LT റേസ് ടു -2 അതിൻ്റെ പവർ ബിയും കൊടുത്താൽ നമുക്ക് കാണാം T is equal to LA LB T റേസ് ടു -2B എന്ന ലെവലിൽ നമുക്ക് എഴുതാൻ പറ്റും. അത് രണ്ട് എല്ലുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ പവർ സെയിം ആകുമ്പോൾ T is equal to ഡയമെൻഷൻ ഓഫ് T is equal to L റേസ് ടു A പ്ലസ് B T റേസ് ടു -B. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതാം. അതായത് T മാത്രമേ ഉള്ളൂ, എമ്മും എല്ലും എന്താണ്, 0 ആണ്. അപ്പോൾ M is equal to 0. അപ്പോൾ ഇവിടെ എല്ലുണ്ട്, എന്താണ് റൈറ്റ് സൈഡിൽ L റേസ് ടു A പ്ലസ് B, ഇവിടെ L എന്താണ് 0 ആണ്. അപ്പോൾ A പ്ലസ് B is equal to 0 എന്ന് നമുക്ക് കൊടുക്കാം. ബട്ട് ഇവിടെ -2B T റേസ് ടു -2B ഉണ്ട്, ഇവിടെ T റേസ് ടു 1 ഉണ്ട്. അപ്പോൾ നമുക്ക് -2Bയും 1ഉം കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. -2B is equal to 1. അപ്പോൾ നമുക്ക് B കിട്ടും, എന്താണ് -1/2 നമുക്ക് B ഘടിപ്പിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ട് A പ്ലസ് B is equal to 0. അവിടെ നമ്മൾ ബീൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ A minus half is equal to 0. സോ A equal to 1/2. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട് T is equal to KLG. L റേസ് ടു A G റേസ് ടു Bയിൽ എൻ്റെ വാല്യൂം ബീൻ്റെ വാല്യൂം കൊടുക്കുക. അപ്പോൾ നമുക്ക് T is equal to K ഇൻറ്റു L ഇൻറ്റു ഹാഫ്. ഇവിടെ -1/2 ആയതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ G റേസ് ടു ഹാഫ്. ഈ ഹാഫിന് നമുക്കിത് റൂട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, രണ്ടിലെയും ഹാഫിന് നമുക്ക് റൂട്ട് ചെയ്യാം. അപ്പം T is equal to K റൂട്ട് ഓഫ് L/G. ആക്ച്വലി നമുക്കറിയാം K കോൺസ്റ്റൻറ്റ് എന്താണ് 2π ആണ്. അപ്പോൾ ഹെൻസ് ദ ടൈം പീരീഡ് ഓഫ് T is equal to 2π റൂട്ട് ഓഫ് L/G എന്നാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.